ഹായ്, ഞാൻ ഉപയോഗിക്കുന്ന ഒരു തുണീനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അടുക്കളയിൽ വീട് മുഴുവനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തുണിയാണ്. പലതരം ക്ലോത്തുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവാം, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ക്ലോത്ത് ഇതാണ്. ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, അതിനെപ്പറ്റി ഞങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇത് മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. ഇവിടെ 10 ദിർഹംസിന് 10 ടവല് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇത് കളറൊന്നും എത്ര കഴുകിയാലും കളറൊന്നും പോകുന്നില്ല. ഞാൻ എല്ലാ വർഷവും നോമ്പിന് മുമ്പ്, നോമ്പ് തുടങ്ങുന്നതിൻ്റെ എന്തായാലും മുസ്ലിംസായ ആൾക്കാരെ നനച്ചുള്ളി എന്നൊക്കെ പറയില്ല, ആ സമയത്ത് ഞാൻ ഒരു ബണ്ടിൽ തുണി വാങ്ങും. ആ അടുത്ത വർഷത്തേക്ക് എനിക്ക് ഇത് ധാരാളം മതിയാവും. കഴിഞ്ഞ വർഷം ഞാൻ ഉപയോഗിച്ച ക്ലോത്തുകളിൽ ബാലൻസ് ആണത്. ഞാൻ ഇന്നലെ കഴുകിയതാണത്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് ബാലൻസ് ഇനി 1-2 കൂടി ബാക്കിയുണ്ട്, ബാക്കിയൊക്കെ കളഞ്ഞുപോയി. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾക്ക് വീട്ടിലെ എന്ത് സംഭവങ്ങൾ തുടയ്ക്കാനും, ഇപ്പോൾ ഇതൊന്ന് നനച്ചിട്ട് ലേശം ലിക്വിഡോ എന്തെങ്കിലും ആക്കി നമ്മുടെ ചുമര് തുടയ്ക്കാൻ, എല്ലാം ചുമര് തുടയ്ക്കാം, നമ്മുടെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാം, ഈവൻ എൻ്റെ ഓവണൊക്കെ ഞാൻ തുടക്കുന്നത് 20 വർഷം പഴക്കമുള്ള എൻ്റെ ഓവണാണിത്. ഓവൺ തുടയ്ക്കാം, പിന്നെ ഷെൽഫുകൾ, കബോർഡുകളൊക്കെ തുടയ്ക്കാം. ഈ കബോർഡിൻ്റെ ഈ ഭാഗത്ത് എല്ലാം ഞാൻ ഈ ടവലാണ് തുടക്കാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ഫ്രിഡ്ജ് തുടയ്ക്കാനായാലും എല്ലാം ഞാൻ ഈ ടവലാണ് ഉപയോഗിക്കുന്നത്. 1-2 ടവൽ ഞാൻ മാറ്റി വയ്ക്കും, അതിൻ്റെ അടുപ്പ് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആ അടുപ്പ് തുടയ്ക്കാനായാലും ഞാൻ ഈ ടവൽ ഞാൻ യൂസ് ചെയ്യാം. കൂടുതൽ കരി എന്തെങ്കിലും ഇപ്പം നമ്മൾ കുറേ സമയം നമ്മൾ ലോങ് കുക്കിംഗ് ഒക്കെ കഴിയുകയാണെങ്കിൽ കരി പിടിക്കാൻ, അത് ഫസ്റ്റ് ഞാൻ ടിഷ്യൂ വെച്ച് തുടച്ച് കളഞ്ഞിട്ട് ബാക്കി എല്ലാ പാർട്ടും ഞാൻ ഇതിലാണ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതല്ലാതെ ഒരു വലിയൊരു ഉപയോഗം കൂടി ഉണ്ട് ഇതുകൊണ്ട്. ഞാൻ ഇതിൽ 2 ക്ലോത്ത് മാറ്റി വയ്ക്കും. അതെന്തിനാണെന്നല്ലേ, ഈ 2 ക്ലോത്ത് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ല തേങ്ങാപ്പാൽ കിട്ടണമെങ്കിൽ, ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ, ഇത് നല്ലത് സോഫ്റ്റായ തുണിയല്ലേ, ആ പിഴിഞ്ഞിങ്ങനെ തേങ്ങാപ്പാൽ എടുക്കാം. അപ്പോൾ അത്ര ഉപയോഗങ്ങളൊക്കെ ഉണ്ട്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ ക്ലീൻ ആവുന്നതെന്നല്ലേ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എത്രയോ നാളായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അടുപ്പൊക്കെ ഉപയോഗിക്കാനായിട്ട് ഒരു ടവൽ എക്സ്ട്രാ വെക്കും. അപ്പോൾ അതാണ് ഈ ടവലൊക്കെ എങ്ങനെ ഇതായിരുന്നത്. അപ്പോൾ ഇതെങ്ങനെ കഴുകാമെന്ന് വിചാരിച്ചാൽ, ഒരു പാത്രത്തിൽ ലേശം വെള്ളവും സോപ്പ് പൊടിയും കുറച്ച് ക്ലോറക്സ് കൂടി ഒഴിച്ചിട്ട് നമ്മളിത് ഫുള്ളായിട്ട് ഒരു രാത്രി മുഴുവൻ പുതിർത്തി വെക്കുക. പിറ്റേ ദിവസം ക്ലോറക്സ് കൈ പറ്റാത്തവരെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഉരച്ച് കഴുകിയാൽ മതി. അപ്പോൾ അതിനകത്തുള്ള എല്ലാ ചളികളും പോകും. എന്നിട്ട് അങ്ങനെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയാൽ മതി. എല്ലാ പാത്രങ്ങളാണെങ്കിലും ഞാൻ നനഞ്ഞ പാത്രം വെക്കാറില്ല, ഒക്കെ തുടച്ചിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുക. അപ്പോൾ അതിനെല്ലാം ഞാൻ ഈ ക്ലോത്താണ് യൂസ് ചെയ്യുക. താങ്ക്